നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ഡിസംബർ മാസം 25-ാം തീയതി തിങ്കളാഴ്ച. നാളെ ക്രിസ്തുമസ് ആണ്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. 656 പോസിറ്റീവ് കേസുകളാണ് പുതുതായിട്ട് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. അതേസമയം സജീവ കേസുകൾ 3742 ആയിട്ട് ഉയർന്നു. ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്ത 423 കേസുകളിൽ 266 എണ്ണം കേരളത്തിലും 70 എണ്ണം അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലുമാണ്. 2 മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 266 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. വ്യാപനശേഷി കൂടുതലായിട്ടുള്ള ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോകത്ത് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും JN1 വകഭേദമാണെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. കോവിഡ് ബാധിച്ച് രോഗം ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും ഈ വൈറസ് ബാധിക്കും. JN1ന്റെ രോഗലക്ഷണങ്ങൾ മറ്റു വകഭേദങ്ങളുമായിട്ട് സാമ്യമുള്ളതാണ്. പനി, ജലദോഷം, തലവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ കാണുന്നതായിട്ട് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 4-5 ദിവസങ്ങൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാവുക. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, ശുചിത്വം പാലിക്കുക, രോഗലക്ഷണമുള്ളവർ ഒട്ടും വൈകാതെ പരിശോധനയ്ക്ക് വിധേയരാവുക തുടങ്ങി നേരത്തെ തന്നെ നാം ശീലിച്ച മുൻകരുതലുകൾ തന്നെയാണ് ഈ വൈറസിനെ ചെറുക്കുവാനും എല്ലാവരും സ്വീകരിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: 2 മന്ത്രിമാർ രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരം ആന്റണി രാജുവും അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചതായിട്ടും പകരം പുതിയ മന്ത്രിമാർ ഡിസംബർ 29-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ അറിയിച്ചു. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് 2 ഘടകകക്ഷി നേതാക്കളായിട്ടുള്ള KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മന്ത്രിമാരാകുന്നതായിരിക്കും. ഡിസംബർ 29-ന് വൈകിട്ടാണ് സത്യപ്രതിജ്ഞ നടക്കുകയെന്നും LDF കൺവീനർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതായിരിക്കും. വകുപ്പ് തീരുമാനിക്കുന്നത് ഇടതുമുന്നണിയല്ല, അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. മുന്നണിയിലെ കക്ഷികൾക്ക് അവസരം നൽകുക എന്നത് മന്ത്രിസഭ രൂപീകരണ വേളയിൽ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചാണ് 2.5 വർഷം കഴിഞ്ഞപ്പോൾ നിലവിലെ 2 മന്ത്രിമാർ രാജിവെച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സമ്മാനഘടനയിൽ വൻ മാറ്റം വരുത്തി ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ. മുൻവർഷം 16 കോടി രൂപയായിരുന്ന ഒന്നാം സമ്മാനത്തിന്റെ സ്ഥാനത്ത് ഇക്കുറി 10 സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത് 20 കോടി രൂപയാണ്. രണ്ടാം സമ്മാനവും 20 കോടി തന്നെയാണ്. 20 പേർക്ക് ഓരോ കോടി വീതമാണ് ലഭിക്കുക. 1ഉം 2ഉം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റുമാർക്ക് 2 കോടി വീതം കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഒറ്റ ബമ്പർ വഴി സൃഷ്ടിക്കപ്പെടുന്നത് 23 കോടിപതികളാണ്. 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും 20 പേർക്ക് 3 ലക്ഷം വീതം നൽകുന്ന നാലാം സമ്മാനവും 20 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകുന്ന 5-ാം സമ്മാനവും മുതൽ അവസാന 4 അക്കത്തിന് 400 രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിത്തുടങ്ങിയതായിട്ട് സപ്ലൈകോ അറിയിച്ചിരിക്കുകയാണ്. 11 സബ്സിഡി ഇനങ്ങൾ എത്തിയതായിട്ടാണ് ഇപ്പോൾ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്ക് കുടിശ്ശിക കൊടുത്തതോടെ ഇന്നലെ രാത്രിയോടെയാണ് ലോഡ് എത്തിച്ചത്. ഇന്നു മുതൽ പൂർണ്ണതോതിൽ വിൽപ്പന നടക്കുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകാതിരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. 13-ൽ 4 എണ്ണം മാത്രമാണ് ഇന്നലെ സ്റ്റോറിൽ ഉണ്ടായിരുന്നത്. അരിയും ചെറുപയറും മല്ലിയും വെളിച്ചെണ്ണയും മാത്രം. അതിൽ വെളിച്ചെണ്ണയ്ക്ക് 141 രൂപയാണ് വില. പൊതുവിപണിയിലെ വിലയേക്കാൾ കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓർഡർ നൽകിയിട്ടുണ്ടെന്നും അതുപോലെ സാധനങ്ങൾ 23-ന് എത്തിയേക്കും എന്ന് മാത്രമായിരുന്നു ഉദ്യോഗസ്ഥർ നേരത്തെ നൽകിയ വിശദീകരണം. ഇത്തവണ ക്രിസ്തുമസ് ചന്തയില്ലാത്ത ജില്ലകളിൽ ഒന്നായിട്ടുള്ള ആലപ്പുഴയിലെ സപ്ലൈകോ ബസാറുകളിലും സബ്സിഡി സാധനങ്ങളൊന്നുമില്ലായിരുന്നു. സപ്ലൈകോ സ്റ്റോറിൽ ജയ അരിയും മട്ടയരിയും ഉണ്ടെങ്കിലും സബ്സിഡി ഇല്ലാത്തതിനാൽ ഉയർന്ന വില നൽകേണ്ടതായിട്ട് വരുന്നു. വാങ്ങാൻ ആളില്ലാത്തതിനാൽ പല കടകളിലും ജീവനക്കാർ മാത്രമേയുള്ളൂ. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ സപ്ലൈകോ പ്രത്യേക ക്രിസ്തുമസ് ഫെയറിൽ 5 സബ്സിഡി ഇനങ്ങൾ മാത്രമാണ് ഉള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ ആശ, അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആശ ജീവനക്കാർക്കെല്ലാം 1000 രൂപയും 10 വർഷത്തിൽ കൂടുതൽ സേവനമുള്ള അംഗനവാടി വർക്കർ അതുപോലെ ഹെൽപ്പർ വിഭാഗം ജീവനക്കാർക്ക് 1000 രൂപയും 10 വർഷത്തിൽ താഴെ സേവനമുള്ളവർക്ക് 500 രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 62,852 അംഗനവാടി ജീവനക്കാർക്കും അതുപോലെ 26,125 ആശ ജീവനക്കാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. വർധനവ് ഡിസംബർ മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ്.
അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ശനിയാഴ്ച 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 20 രൂപയും 1 പവൻ 22 ക്യാരറ്റിന് 160 രൂപയുമാണ് വർദ്ധിച്ചത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 5820 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 46,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.